വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റു നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഓർമ്മിക്കുക, ദൈവത്തിന്റെ പ്രവാചക ദൗത്യം നിറവേറ്റാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നഷ്ടപ്പെട്ടതിനെ സ്വന്തമാക്കി തീർക്കുന്നതാണ് യഥാർത്ഥ തിരഞ്ഞെടുപ്പ്. അവിടെ സ്വാർത്ഥതയുടെ കണികകളില്ല. വീണ്ടെടുത്തതിന്റെ ചാരിതാർത്ഥ്യം മാത്രമേ കാണൂ. ഒരു പ്രവാചകന് ഉണ്ടായിരിക്കേണ്ടതും ഇതുതന്നെ. മാലാഖയുടെ മുഖഭാവമുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. മാനുഷിക പരിമിതിയിലൂടെയുള്ള നമ്മുടെ വീക്ഷണങ്ങളായിരിക്കും മാലാഖയുടെ മുഖമുള്ള പലരെയും വൈകൃതരാക്കുന്നത്. ആകൃതിയിൽ സൗന്ദര്യം തോന്നിയില്ലെങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ ഒരു മാലാഖ ഉറങ്ങുന്നുണ്ട്. മാറി മറഞ്ഞു വരുന്ന ശൈലിയും നിഷ്ഠകളും ജീവിതത്തെ പിടികൂടുമ്പോൾ നമ്മൾ പലപ്പോഴും നന്മയുടെ മുഖഭാവങ്ങളെ വഴിയരികിൽ ഉപേക്ഷിച്ചു കളയുന്നു. രക്ഷയുടെ സന്ദേശവുമായി വന്ന ക്രിസ്തുവിന് സ്വന്തം നാട്ടിലുണ്ടായ അനുഭവവും ഇതുതന്നെയായിരുന്നു. ദൈവത്തിന്റെ പ്രവാചക സന്ദേശം അറിയിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നിരന്തരം കണ്ടുമുട്ടുന്ന പല മുഖങ്ങളിലുമായിരിക്കാം ദൈവ സാന്നിധ്യം നിറഞ്ഞിരിക്കുക. നോക്കുവാൻ മടിക്കുന്ന ഭാവങ്ങളിലായിരിക്കും ദൈവം കാത്തു നിൽക്കുക. കുഷ്ഠരോഗം പിടിപെട്ട് പഴുത്തു മരണാസന്നരായി കിടക്കുന്ന രോഗികളെ നോക്കി മദർ തെരേസ പറയുമായിരുന്നു: ഇന്നെനിക്ക് ഈശോയെ കിട്ടിയെന്ന്. ദുർഗന്ധം വമിക്കുന്ന ആ ശരീരം വാരിയെടുത്ത് തന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിക്കുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന ആത്മസംതൃപ്തി പറഞ്ഞറിയിക്കാവുന്നതല്ല. മറ്റുള്ളവരുടെ മുഖത്തുള്ള ദൈവകൃപ ദർശിക്കുവാൻ ദൈവത്തിന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. പിതാവായ ദൈവത്തിന്റെ വാക്കുകൾ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എല്ലാവരും ക്രിസ്തുവിനെ പ്രശംസിച്ചു പറയുകയും അവന്റെ നാവിൽ നിന്ന് വന്ന കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തത്. ക്രിസ്തുവിന്റെ ഓരോ തിരഞ്ഞെടുപ്പും ഈ പ്രവാചക ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിനായിരുന്നു. ദരിദ്രരെ സുവിശേഷം അറിയിക്കാനും, ബന്ധിതർക്ക് മോചനമേകാനും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യമേകാനുമായിരുന്നു ക്രിസ്തുവിന്റെ തിരഞ്ഞെടുപ്പുകൾ. നമുക്ക് പിതാവിന്റെ ആഗ്രഹപ്രകാരം ക്രിസ്തുവിന്റെ പാദം പിൻചെല്ലുവാൻ ആഗ്രഹിച്ചു പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. മിന്നും പ്രഭയുള്ള നാഥ, ഉന്നതനാമെന്റെ ദേവാ. മിന്നും പ്രഭയുള്ള നാഥ, ഉന്നതനാമെന്റെ ദേവാ. നിന്നുടെ സ്നേഹമേഴയിലും അധിവസിപ്പാൻ കൃപ തന്നല്ലോ. നിന്നുടെ സ്നേഹമേഴയിലും അധിവസിപ്പാൻ കൃപ തന്നല്ലോ. സ്തുതിഗീതങ്ങൾ ഞാൻ പാടിടും, അതിമോദം നിന്നെ ഘോഷിക്കും. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചാലും ഇത്രയും സന്തോഷം ഇല്ലെനിക്ക്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചാലും ഇത്രയും സന്തോഷം ഇല്ലെനിക്ക്.
എന്തെനിക്കുള്ളൂ എൻ നായകനെ, പ്രശംസയായതോ ക്രൂശു മാത്രം. എന്തെനിക്കുള്ളൂ എൻ നായകനെ, പ്രശംസയായതോ ക്രൂശു മാത്രം. നിത്യതയിലും ഞാൻ പാടിടുമേ, കുഞ്ഞാടേ നീ മാത്രം യോഗ്യനെന്ന്. നിത്യതയിലും ഞാൻ പാടിടുമേ, കുഞ്ഞാടേ നീ മാത്രം യോഗ്യനെന്ന്. പോയ നാളിൽ ചെയ്ത നന്മകളെ ഓർത്തു ഞാൻ ഇന്ന് നിൻ പാദപീഠേ. പോയ നാളിൽ ചെയ്ത നന്മകളെ ഓർത്തു ഞാൻ ഇന്ന് നിൻ പാദപീഠേ. സ്തോത്രത്തിൻ പല്ലവി പാടിടുന്നേ, നന്ദിയോടെ യാഹിൻ നാമത്തിൽ. സ്തോത്രത്തിൻ പല്ലവി പാടിടുന്നേ, നന്ദിയോടെ യാഹിൻ നാമത്തിൽ. ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയുമായവനേ. ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയുമായവനേ. താഴ്മയോടും മനോവിനയത്തോടും ഞാൻ സന്നിധേ വന്നിടുന്നു. താഴ്മയോടും മനോവിനയത്തോടും ഞാൻ സന്നിധേ വന്നിടുന്നു. ഗിലയാദിലെ വൈദ്യനും നൽകുഴമ്പും എൻ രോഗമഖിലവും നീക്കിടുന്നു. ഗിലയാദിലെ വൈദ്യനും നൽകുഴമ്പും എൻ രോഗമഖിലവും നീക്കിടുന്നു. ചതഞ്ഞവോടയൊടിക്കുകില്ല, പുകയുന്ന തിരിയവൻ കെടുത്തുകില്ല. ചതഞ്ഞവോടയൊടിക്കുകില്ല, പുകയുന്ന തിരിയവൻ കെടുത്തുകില്ല. സ്തുതിഗീതങ്ങൾ ഞാൻ പാടിടും, അതിമോദം നിന്നെ ഘോഷിക്കും. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചാലും ഇത്രയും സന്തോഷം ഇല്ലെനിക്ക്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചാലും ഇത്രയും സന്തോഷം ഇല്ലെനിക്ക്.